സുഹൃത്തുക്കളെ, റോബോട്ടുകൾക്ക് പോലും പൗരത്വം നൽകിയ രാജ്യമാണിത്. സ്ത്രീകൾ ബഹിരാകാശത്തിലേക്ക് പറന്നുയർന്ന് ലോകത്തെ ആകെ അത്ഭുതപ്പെടുത്തുന്ന രാജ്യം ഇതുതന്നെ. പക്ഷേ അതേ രാജ്യത്ത് ഒരു ചെറിയ തെറ്റു ചെയ്താൽ ജീവിതാവസാനം വരെ വെളിച്ചം പോലും കാണാതെ ഇരുണ്ട മുറികളിൽ ചീഞ്ഞു പോകേണ്ടിവരും. ഒരു വശത്ത് ഭാവിയെ രൂപപ്പെടുത്തുന്ന അത്യാധുനിക നാഗരികത, മറുവശത്ത് ലോകത്തിന് തന്നെ ഭയമുണ്ടാക്കുന്നത്ര കടുത്ത നിയമങ്ങൾ. ഇവിടെ സമ്പത്ത് എത്ര അപരിമിതമാണോ, ശിക്ഷകളും അത്രയേറെ നിർദ്ദയമുള്ളവ. പുറത്തുനിന്ന് നോക്കിയാൽ സ്വർഗം പോലെ തോന്നും. പക്ഷേ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ അറിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഒരു വിചിത്ര ഭയം തുടങ്ങും. പകൽ സമയത്ത് തീ പോലെ ചൂടേറുന്ന സൂര്യൻ അസ്തമിച്ചാൽ റിയാദ് നഗരം തന്റെ യഥാർത്ഥ രൂപം പുറത്തു കാണിക്കും. ഒരു വശത്ത് ആകാശത്തെ തൊടുന്ന ആധുനിക കെട്ടിടങ്ങൾ, മറുവശത്ത് രാത്രി വീണാൽ താലിയ സ്ട്രീറ്റിൽ കാപ്പി കുടിച്ചുകൊണ്ട് ലക്ഷറി കാറുകളിൽ യുവാക്കൾ സൃഷ്ടിക്കുന്ന ആവേശം. ഇവിടെ കാറുകൾ വെറും യാത്രയ്ക്കല്ല, പദവിയുടെ പ്രതീകം. ദുബായ്ക്കൊട്ടും പിന്നിലല്ലാത്ത രീതിയിൽ മക്ലാരൻ, ഫെറാറി, ബുഗാട്ടി തുടങ്ങിയ കാറുകൾ എവിടെ നോക്കിനാലും കാണാം. അറബികൾ ഡെസേർട്ട് കിങ് എന്ന് വിളിക്കുന്ന ഏകദേശം $80,000 വിലയുള്ള ടൊയോട്ട ലാൻഡ് ക്രൂസറുകളിൽ സഞ്ചരിക്കുന്നത് സമൂഹത്തിൽ തങ്ങളുടെ സ്ഥാനം അഭിമാനത്തോടെ പ്രഖ്യാപിക്കലാണ്. ചിലപ്പോൾ ആ കാറുകളുടെ വിലയേക്കാൾ അവയിലെ നമ്പർ 1 ഫാൻസി നമ്പർ പ്ലേറ്റുകൾക്കായി ഇവിടത്തെ ഷെയ്ക്കുകൾ മില്യനുകളോളം ഡോളറുകൾ വെള്ളം പോലെ ചിലവഴിക്കാറുണ്ട്. പക്ഷേ ഈ ആധുനിക വെളിച്ചങ്ങൾക്ക് പിന്നിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ കാൽ വയ്ക്കാൻ പോലും വിറയ്ക്കുന്ന ഇരുണ്ട രഹസ്യങ്ങൾ ഈ മരുഭൂമിയിലെ മണൽക്കൂനകളിൽ മറഞ്ഞിരിക്കുന്നു. അതാണ് മദായിൻ സാലിഹ്, ജോർദാനിലെ പെട്ര നഗരത്തിന്റെ ഇരട്ട സഹോദരനെ പോലെയുള്ള സ്ഥലം. നബാത്തിയൻ നാഗരികതയുടെ കാലത്ത് വലിയ പാറകളെ കൊത്തിയുണ്ടാക്കിയ അത്ഭുതകരമായ ശവകുടീരങ്ങൾ ഇവയാണ്. പല വർഷങ്ങളും ഇതിനെ ശപിക്കപ്പെട്ട പ്രദേശമായി കരുതി അവിടെ ജിന്നുകൾ അലയുന്നു എന്ന് സ്ഥലവാസികൾ ആ ഭാഗത്തേക്ക് പോകാറില്ല. എന്നാൽ ഇന്ന് ആ ഭയാനകമായ സ്ഥലം തന്നെ ടൂറിസ്റ്റുകൾക്ക് സ്വർഗമായി മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ മനുഷ്യരെ ഭയപ്പെടുത്തുന്നത് ഭൂതങ്ങളല്ല, ഈ രാജ്യത്തിന്റെ കടുത്ത കാലാവസ്ഥ. ഈ രാജ്യത്ത് ഒരൊറ്റ പ്രകൃതി നദി പോലുമില്ല. ഇവിടുത്തെ ജനങ്ങളുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ കടൽവെള്ളത്തെ ശുദ്ധീകരിക്കുന്ന ഡീസാലിനേഷൻ സാങ്കേതികത, വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ, ഭൂഗർഭജലമാണ് ആശ്രയം. റിയാദ്, ജദ്ദ തുടങ്ങിയ മഹാനഗരങ്ങളിലും കൃത്രിമമായി കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. നദികളില്ലാത്തതിനേക്കാൾ ഇവിടെ ചൂട് മറ്റൊരു വലിയ അപകടം. പകൽ സമയത്ത് താപനില 50 ഡിഗ്രി സെൽഷ്യസ് കടക്കും. ആ ചൂടിന് റോഡിലെ ടാർ ഉരുകി നിങ്ങളൊരു ഷൂസ് പോലും രൂപം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ എഞ്ചിനീയർമാർ റോഡിനടിയിൽ ഒരു അത്ഭുതകരമായ നൂതനമായ കൂളിംഗ് സിസ്റ്റം സ്ഥാപിച്ചിരിക്കുന്നു. പ്രകൃതിയെ തന്നെ നേരിടുന്ന ഈ ശക്തി എവിടെ നിന്ന് വന്നു? ഉത്തരം, നൂറുകണക്കിന് കോടി സമ്പത്ത്. സൗദി അറേബ്യയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതൊന്നാണെങ്കിൽ ഇവിടെ നടക്കുന്നത് മറ്റൊന്ന്. നിങ്ങളുടെ പഴയ അഭിപ്രായങ്ങൾ പൂർണ്ണമായി മാറ്റിവെച്ച് ഈ രഹസ്യ സാമ്രാജ്യത്തിനുള്ളിൽ കയറിയാൽ ലോകത്ത് തങ്ങളുടെ പേരിൽ ഭരിക്കുന്ന രാജവംശങ്ങളിൽ സൗദി അറേബ്യയെ ഒന്നായി കാണാം. അതാണ് അൽ സൗദ് കുടുംബം. ഇവരുടെ കയ്യിൽ എത്ര സ്വത്തുണ്ടെന്ന് ആരും തീർച്ചയായി പറയാനാവില്ല. പക്ഷേ ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ സമ്പത്തിനെ 16 മടങ്ങ് ചെയ്താൽ എത്രയാവുമോ അത്ര സ്വത്ത് ഇവരുടേതാണ്. ഒരു കണക്കനുസരിച്ച് ആ സമ്പത്ത് $1.4 ട്രില്യൺ മുകളിലാണ്. മൊത്തം ഏകദേശം $4 ട്രില്യൺ സമ്പത്തുള്ള ഈ രാജവംശത്തിന്റെ ശക്തി ഇവിടെ മനസ്സിലാവും. ഈ സാമ്രാജ്യത്തിന്റെ ഹൃദയം റിയാദ് നഗരമാണ്. ഇവിടുത്തെ രക്തനാളങ്ങളിൽ ഒഴുകുന്നത് രക്തമല്ല, എണ്ണയാണ്. ഗൂഗിൾ, ആപ്പിൾ തുടങ്ങിയ വലിയ കമ്പനികൾ പോലും ചെറുതായി തോന്നും വിധം വലിയ സ്ഥാപനം. ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ കമ്പനി അരാംകോ ഇവിടെയാണ്. ഒരു വിചിത്രമായ കാര്യമെന്തെന്നാൽ ഇവിടെ കുടിക്കുന്ന വെള്ളം ബോട്ടിൽ വിലയേക്കാൾ പെട്രോൾ വില കുറവ്. 2024-25 കണക്കനുസരിച്ച് ലിറ്റർ 95 ഒക്ടേൻ പെട്രോൾ വില വെറും 2.33 റിയാൽ, അതായത് നമ്മുടെ കറൻസിയിൽ ഏകദേശം 60 രൂപ. നിങ്ങളൊരു കാപ്പി കുടിക്കുന്ന ചെലവിൽ കാറിന്റെ ടാങ്ക് നിറയ്ക്കാം. ഈ അപരിമിത സമ്പത്തോടൊപ്പം ശരാശരി സൗദി പൗരന്റെ ജീവിതം സർക്കാർ നൽകുന്ന സൗജന്യ പദ്ധതികളോടൊപ്പം വളരെ സുഖമായി മുന്നോട്ടു പോകും. നികുതികൾ ഏകദേശം 0, വിദ്യാഭ്യാസം സൗജന്യം, ചികിത്സ പൂർണ്ണമായും സൗജന്യം, വിവാഹത്തിന് പലിശരഹിത വായ്പ, ഫർണിച്ചറിന് സഹായം, ചിലപ്പോൾ ഭൂമി പോലും സൗജന്യമായി തരും. ഇത് കേട്ടാൽ ലഗേജ് പാക്ക് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. കാരണം ഈ രാജഭോഗങ്ങളെല്ലാം ആ രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമാണ്.
രാജ്യജനസംഖ്യയുടെ 40% കുടിയേറ്റക്കാരുടെ ജീവിതം അത്ര മനോഹരമാവില്ല. കൂടാതെ റിയാദ് നഗരത്തിലേക്ക് കുടിയേറ്റം കൂടിയതോടെ വാടകകൾ അമിതമായി ഉയർന്നു. 7-8 വർഷം മുൻപ് വരെ സ്ത്രീകൾ ഡ്രൈവിംഗ് ചെയ്യാൻ അനുമതിയില്ല. കുറഞ്ഞപക്ഷം സിനിമയ്ക്ക് പോകണമെങ്കിലും കോൺസേർട്ട് കാണണമെങ്കിലും അനുമതിയുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ റിയാദ് തെരുവുകളിൽ പുതിയ കാറുകളുടെ സ്റ്റിയറിംഗ് പിടിച്ചു പായുന്ന സ്ത്രീകൾ സാധാരണമായി കാണാം. വിഷൻ 2030 പ്രോജക്റ്റിന്റെ ഭാഗമായി റയാന ബുർണാവി എന്ന സൗദി സ്ത്രീ ബഹിരാകാശത്തേക്ക് പോയി പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. വിദേശ സ്ത്രീകൾക്ക് പഴയകാല കറുത്ത ബുർഖ, അഭായ നിയമങ്ങൾ നീക്കം ചെയ്തു. പ്രാദേശിക സ്ത്രീകളും നിറമുള്ള മോഡേൺ ഡിസൈൻ അഭായകൾ ധരിക്കുന്നു. എന്നിരുന്നാലും നാണയത്തിന്റെ മറുവശം കാണണം. പുരുഷാധിപത്യം അല്പം കുറഞ്ഞെങ്കിലും കുടുംബ പാരമ്പര്യങ്ങളുടെ സ്വാധീനം ഇപ്പോഴും ശക്തമായി തന്നെ. വിവാഹം പോലുള്ള ശുഭകാര്യങ്ങളിൽ ഇപ്പോഴും പുരുഷന്മാർ സ്ത്രീകൾ വേറെ വേറെ ഹാളുകളിൽ ആഘോഷിക്കണം. പക്ഷേ ക്യാമറകൾ നിരോധിച്ച ആ സ്വകാര്യ സ്ഥലങ്ങളിൽ സ്ത്രീകൾ ഹോളിവുഡ് ഹീറോയിന്മാരുടെ ലെവലിലേക്ക് മാറുന്നു. ചാനൽ, ഡിയോർ, വെർസാസ തുടങ്ങിയ അത്യധികം വിലയേറിയ ഗൗണുകൾ ധരിച്ച് തിളങ്ങിയപടി സ്വാതന്ത്ര്യം പൂർണ്ണമായി ആസ്വദിക്കുന്നു. ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിൽ ഭക്ഷണത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. ഡയറ്റിങ്ങിലുള്ളവർ സൗദി അറേബ്യയിലേക്ക് പോകുന്നതിനു മുൻപ് 2 തവണ ആലോചിക്കണം. ഇവിടത്തെ ദേശീയ വിഭവം കപ്സ, കുങ്കുമപ്പൂവ് അരിയുടെ മുകളിൽ വലുതായി വേവിച്ച മാംസത്തോടൊപ്പം വിളമ്പുന്ന രാജസിക ഭക്ഷണം. ഇവിടെ സ്പൂണും ഫോർക്കും മാറ്റി വലത് കൈയാൽ തിന്നുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം. ഇടത് കൈയാൽ തിന്നാൽ വിചിത്രമായി നോക്കും. ഇത്തരം പുരാതന പാരമ്പര്യങ്ങൾ, കടുത്ത നിയമങ്ങളുള്ള രാജ്യത്ത് റോബോട്ടുകൾക്ക് പൗരത്വം ലഭിക്കുന്നു. കാരണം രാജ്യത്തെ കൂടുതൽ ആധുനികമായും വിഷണറിയായും മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. അവരിൽ പ്രധാനി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ. എല്ലാവരും അദ്ദേഹത്തെ MBS എന്ന് വിളിക്കുന്നു. വെറും എണ്ണയെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തന്റെ രാജ്യത്തെ പുറത്തെടുക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം. അതിനായി മരുഭൂമിയുടെ നടുക്ക് സയൻസ് ഫിക്ഷൻ സിനിമയിൽ നിന്ന് പുറത്തു വന്നതുപോലെ നിയോം അല്ലെങ്കിൽ ദ ലൈൻ എന്ന നഗരം നിർമ്മിക്കുന്നു. ഒരു തവണ ഭാവന ചെയ്തു നോക്കൂ. 200 മീറ്റർ വീതിയും 170 കിലോമീറ്റർ നീളവുമുള്ള നഗരം. പുറംഭാഗം മുഴുവൻ ഗ്ലാസ് കൊണ്ട് മൂടിയിരിക്കും. കാറുകളില്ല, റോഡുകളില്ല, മലിനീകരണം തീരെയില്ല. ഉള്ളിൽ പറക്കുന്ന ടാക്സികൾ. അവസാനം ഒരു കൃത്രിമ ചന്ദ്രനുമുണ്ടാവുമെന്ന് പറയുന്നു. നിലവിൽ പ്രോജക്റ്റ് സൈസ് അല്പം കുറച്ച് മിനി ലൈനായി ആരംഭിക്കുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നു. ഇവയെല്ലാം വിട്ടാൽ ഏറ്റവും ക്രേസി കാര്യം എന്താണെന്നറിയാമോ? ട്രുജീന. മരുഭൂമിയുടെ നടുക്ക് വിന്റർ ഒളിമ്പിക്സിനായി ഒരു സ്കീയിംഗ് റിസോർട്ട് നിർമ്മിക്കുന്നു. പുറത്ത് 40 ഡിഗ്രി ചൂട് കത്തുമ്പോൾ മലയുടെ മുകളിൽ കൃത്രിമ മഞ്ഞിൽ സ്കീയിംഗ് ചെയ്യാം. സൗദി അറേബ്യ എന്നാൽ വെറും മരുഭൂമി മാത്രമല്ല, അത് അപരിമിത സമ്പത്ത്, ഭാവി സ്വപ്നങ്ങൾ, അതുപോലെ കടുത്ത പാരമ്പര്യങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു നിശബ്ദ പോരാട്ടം. പ്രകൃതിയെ തന്നെ തങ്ങളുടെ സമ്പത്തുകൊണ്ട് ഭരിക്കാമെന്ന് തെളിയിക്കുന്ന ആ ദ ലൈൻ നഗരം ലോകത്തെ അത്ഭുതപ്പെടുത്തിയേക്കാം. അല്ലെങ്കിൽ കാലത്തോടൊപ്പം മണലിൽ ലയിച്ചുപോകാം. നിങ്ങൾ എന്തു പറയുന്നു? കോടിക്കണക്കിന് ഡോളറുകളുണ്ടെങ്കിലും ആ ഭാവി നഗരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുമോ? അതോ സ്വാതന്ത്ര്യമില്ലാത്ത സ്വർണ്ണക്കൂട് എന്ന് കരുതുമോ? കമന്റുകളിൽ പറയൂ.